ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ രാത്രി ഡിസ്നിലാൻഡിലെ 10 മണിക്കായിരുന്നു വെടിക്കെട്ടും പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ അറൗണ്ട് ഒരു 11 മണിയായി. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. ഒരു 12:30 മണിയായപ്പോഴാണ് ഒരു പമ്പ് കണ്ട്. അപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ കിടന്നുറങ്ങിയത്. എപ്പോൾ എഴുന്നേറ്റുള്ളൂ. മണിപ്പോൾ ഇവിടെ 8:30 കഴിഞ്ഞ് 9 ഓവറായി. നേരെ വെളുത്തു. അയ്യോ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ലൂർദിലേക്കാണ്. മാതാവിൻ്റെ പള്ളിയുടെ അടുത്തേക്കാണ്. അറൗണ്ട് ഇവിടെ നിന്നൊരു 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ഇവിടെ സ്ലീപ്പ് ചെയ്തത്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്തെ ഷെല്ലിൻ്റെ പമ്പുണ്ട്. പമ്പിൻ്റെ ഒപ്പം നമുക്കവിടെ ബാത്റൂം സൗകര്യം കാര്യങ്ങളെല്ലാം. ഇങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ ഏറ്റവും സൗകര്യമുള്ളൊരു സ്ഥലമാണ്. കാരണം അവിടെ ഒരു ബോർഡ് കണ്ടോ. ആ ബോർഡിൽ നമുക്കിങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, സ്ലീപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ പോയി. നമ്മൾ ഇന്നലെ രാത്രി 1 മണിക്ക് വന്ന കാരണം നമ്മൾ ലേറ്റായി കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ഈ നേരമായി. രാവിലെ എഴുന്നേറ്റ് ദോശയൊക്കെ കഴിച്ചു. കൊച്ചും കൂടി ടോയ്ലറ്റ് കാര്യങ്ങൾക്കൊക്കെ പോയേക്കാണ്. കുടിക്കാനുള്ള സൗകര്യം വരെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെയൊക്കെ നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട്. തൊട്ടപ്പോൾ തന്നെ ഹൈവേയാണ്. ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഇതിങ്ങനെ പാർക്ക് ചെയ്യാൻ സൗകര്യമൊക്കെയുള്ള സ്ഥലമാണ്. കൂടുതലും ഈ ട്രക്ക് ഡ്രൈവേഴ്സിന് എന്താ പറയുക, നിർത്തി ടോയ്ലറ്റ് സൗകര്യം, നല്ല ടോയ്ലറ്റാണ്. പിന്നെ അവിടെ ഫുഡ് എന്താ പറയുക, അത്യാവശ്യം സ്നാക്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത്യാവശ്യം പാർക്കിങ്ങും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നൈറ്റാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങാം, സൗകര്യമാണ്. പിന്നെ ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. എന്തായാലും യാത്ര അടിപൊളിയാണ്. ഇനി ഇവിടുന്ന് സിൻസിന് ഡ്രൈവ് ചെയ്യണം കുറച്ച് ദൂരം. ഞാൻ ഒരു 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു. അപ്പോൾ പൗൾ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞത് കുറച്ച് ഇങ്ങനെ മാറി ഓടിച്ചു. നമ്മൾ ലൂർദിൽ, അതാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സൈഡ് വണ്ടി ഓടിക്കാനായിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മളൊന്ന് രണ്ട് മിററൊന്നും ശരിക്കും നോക്കണം മാത്രം. പിന്നെ റൗണ്ട് ബോട്ടിൽ വരുമ്പോൾ ശരിക്കും നോക്കണം. വേറെ യാതൊരു കുഴപ്പമില്ല അല്ലേ? വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. നോക്കിയാൽ വേറെ ഇരിക്കണം. ഇതാണ് പറഞ്ഞ റൗണ്ട് ബോട്ട്. നമ്മൾ റൈറ്റിലേക്കാണ് എടുക്കേണ്ടത്. റൗണ്ട് ബോട്ട് റൈറ്റ് എടുത്ത് നോർമലി ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സിറ്റ് ആണ് അപ്പോൾ അങ്ങോട്ട്, അല്ലാതെ ശരി അങ്ങോട്ട് ആ വഴിയാണെങ്കിൽ അങ്ങോട്ട് എക്സിറ്റ് അടിക്കണം. ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ലൂർദിൽ എത്തണതിന് തൊട്ട് മുമ്പായിട്ട് വീണ്ടും നിർത്തിയേക്കാണ്. സിൻസിയിൽ നിന്ന് ഞാൻ മാറി പിടിക്കാൻ പോവാണ്. വീണ്ടും ക്ലൈമറ്റ് തണുത്ത് തുടങ്ങി. വീണ്ടും നമുക്കിവിടെ ഈ പമ്പിൽ തന്നെ കിടക്കാനായിട്ട് അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, സ്ലീപ്പ് ചെയ്യാൻ സൗകര്യമുണ്ട്, ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ ഇനി ലൂർദിലെത്തിട്ട് നിർത്തുള്ളൂ. ലൂർദിലപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി രാത്രി എത്തി. നമ്മളിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് പാർക്ക് ഫോർ നൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി പാർക്ക് ചെയ്തു.
ഇവിടുന്ന് 2 അടി നടക്കാനേ ഉള്ളൂ ലൂർദിലേക്ക്. അപ്പോൾ അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് അലറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് ഇതേ ദോശ ഉണ്ടാക്കാണ് വീണ്ടും. ദോശ ഇതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും ചീപ്പായിട്ടും ഉണ്ടാക്കാവുന്ന ഫുഡ്. അല്ലോസ് എഴുന്നേറ്റിട്ടില്ല ഇതുവരെ. ഇന്നലെ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം ഇതാണ്. ഇതാ പാർക്ക് ഫോർട്ട്നൈറ്റിൽ കാണിച്ച സ്ഥലമാണ്. രാവിലെ ഒന്ന് നടക്കാറിങ്ങിയത്. അപ്പോൾ നമ്മുടെ വണ്ടി അകലേന്ന് കാണുമ്പോൾ നമ്മൾ നിർത്തിയിട്ട സ്ഥലത്ത് സൈലൻ്റായി കിടക്കുകയാണ്. ഈ നദിയുടെ സൗണ്ട് അടിപൊളിയാണ്. രാത്രി അത് കേട്ടിട്ടാണ് നമ്മൾ ഇന്നലെ കിടന്നത്. നമുക്ക് ലൂർദ് പള്ളി ശരിക്കും ഇവിടെ നിന്ന് കാണാം. ടോപ്പ് ലൂർദ് പള്ളിയുടെ ടോപ്പാണ് ഈ കാണുന്നത്. ശരിക്കും ഇവിടെ നിന്നൊരു നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 5 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിലെത്തും. തൊട്ട് ക്ലോസ് ആയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. പാർക്ക് ഫോർട്ട്നൈറ്റിൽ കാണിക്കുന്നുണ്ട് ഇവിടെ പാർക്ക് ചെയ്യാമെന്ന്. ഇന്നലെ നമ്മുടെ പിന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു, അവർ പോയി, ഏർലി മോർണിംഗ് പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാലും ഇങ്ങനെ കാശ് കൊടുത്തൊന്നും പാർക്ക് ചെയ്യണ്ട. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്ക് ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ നേരത്തെ മഴയില്ല, മഴ ഇനി കുറച്ച് കഴിയുമ്പോൾ പെയ്യുന്നതാണ് കാണിക്കണത്. വെതർ പ്രഡിക്ഷൻ നമുക്ക് നോക്കാം. പള്ളിയുടെ മുൻപാതിക്കലെത്തിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം. നമുക്കൊരു പ്രാച്ച് എത്തിക്കണം. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ആ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരുന്ന വ്യൂ, അടിപൊളി വ്യൂ ആണ്. നല്ല മഴയാണ്. മഴയത്ത് വേണം പോകാനായിട്ട്. നല്ല മഴ. ജാക്കറ്റ്, കൊട, മാതാവിൻ്റെ അടുത്ത് വാട്ടർ ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ബാപ്റ്റിസ്റ്റിന് മുങ്ങി കുളിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടുത്തെ ഭയങ്കര വിശ്വാസമുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളത് കഴിക്കാനാണ് പോണത്. അത് രാവിലെ 10:30 തൊട്ട് 11:30 വരെ എന്നാ പറഞ്ഞത്. നല്ല മഴ. കൂടിയാണ് ആ വാട്ടർ ബാത്ത് നടക്കുന്ന സ്ഥലം. പ്രത്യക്ഷപ്പെട്ട സ്ഥലം. കൂടെ ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ദിനവയസിൻ്റെ കൂടെ ഒരു കുർബാനയൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിലെ. മാതാവ് കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടുത്തെ ഐതിഹ്യങ്ങൾ പറയുന്നു. പള്ളിയുടെ തൊട്ട് പിന്നിലാണ്. ഇവിടെയായിരുന്നു പണ്ട് പള്ളി. ഇവിടെയായിരുന്നു ആൾക്കാർക്ക് ചാപ്പലിലിരുന്ന് ചെയ്യാനുള്ള സൗകര്യം. അത് ഇത്ര വിപുലീകരിക്കപ്പെട്ട് ഇത്ര സെറ്റപ്പായതാണ്. തിരികിരീടം പോലെയുണ്ട്. ഗോൾഡൻ ആണ്, അടിപൊളിയാണ്.
നമ്മൾ സ്വിറ്റ്സർലാൻഡിലെത്തിയേക്കായിരുന്നു. ബോർഡറിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെക്കിങ് വന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ലൂർദിൽ നിന്ന് ഒരു 3:30 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിലൊരു 2 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകാനും അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ 2 പ്രാവശ്യമായിട്ട് നിർത്തി. ഇപ്പോഴത്തെ 2ാമത് ഫ്യൂൽ അടിക്കാൻ നിർത്തിയതാണ്. വണ്ടി ഇപ്പോൾ ഫുള്ളാക്കി സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് 11 മണിക്കൂർ ടോട്ടൽ ഡ്രൈവ് ചെയ്ത് വണ്ടി. എത്ര കിലോമീറ്റർ? 525 കിലോമീറ്റർ കണ്ടിന്യൂസ് വണ്ടി മൈൽ ഓടി. എന്നെ സംബന്ധിച്ച് ഇവിടെ UK വന്നിട്ട് ആദ്യമായിട്ട് ഇത്രയും കിലോമീറ്ററിൻ്റെ സ്ട്രെയിറ്റ് ഓടിച്ചോണ്ടിരിക്കുന്നത്. ഹോളി ബാത്ത് കഴിഞ്ഞ കാരണം നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്തു. അല്ലു ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് സെൻസൊക്കെ റെഡിയാണ്. ഇനി ഉറങ്ങാൻ പാകത്തിനൊക്കെ നിൽക്കുകയാണ്. പുലർച്ചെ 2:27 വണ്ടിയിൽ 1 മണിക്കൂർ കുറവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പാർക്ക് ഫോർനൈറ്റിലെ ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം.